ശേഷം പാർക്കും പോകുന്നത് അയാളുടെ അനിയന്റെ മരിച്ചതിന്റെ പ്രയർ നടക്കുകയാണ്. അവിടേക്കാണ് പോകുന്നത്. നമ്മള് ഈ ഒരു സീരീസിന്റെ തുടക്കത്തിൽ എയ്റോപ്ലെയിൻ ക്രാഷില് ഒരാൾ മരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഈ പാർക്കിന്റെ അനിയനാണ്. അപ്പോഴാണ് പാർക്കും ഒരു കാര്യം ഓർക്കുന്നത്. അനിയനുമായി ഇവനും ഒരു സംഭാഷണം നടക്കുകയുണ്ടായി. അനിയനും കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പാർക്കിനെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദിവസം ഇവരുടെ വീട്ടു ജോലിക്കാരുടെ കുഞ്ഞുകുട്ടി ഇവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയം ആ ഒരു റൂമിലേക്ക് ബോൾ ഉരുണ്ടു പോയത് കൊണ്ട് തന്നെ അനിയനും അവിടെ ഒരു ടേബിളിന്റെ അടിയിലുണ്ടായിരുന്നു. അതേസമയമാണ് ഈ കുട്ടി കരയുന്ന സൗണ്ട് കേട്ടിട്ട് പാർക്കും അവിടേക്ക് വരുന്നത്. ആ കുട്ടിയോട് നീ ഭയങ്കര ബഹളാണല്ലോ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ കൊല്ലാനായി അവൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആരോ വരുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. ആ കുട്ടി രക്ഷപ്പെട്ടു. അവനൊരു സർജറി വേണ്ടി വന്നു. അന്ന് അവൻ മരിക്കേണ്ടതായിരുന്നു. അതെല്ലാം തന്നെ ഞാനന്ന് കണ്ടിരുന്നു. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് പാർക്കും നീ ഇത് ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അനിയനും ഞാനിത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർക്കും ഷോക്കായിട്ട് അയാൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നല്ലേ. അനിയനും നീ എല്ലാ ദിവസവും ഗുളിക കഴിക്കാറുണ്ടെന്ന് എനിക്കറിയാലോ. അതിന്റെ കാരണം ആ ഒരു കുട്ടിയുടെ കരച്ചില് നീ എന്നും കേൾക്കുന്നത് കൊണ്ടല്ലേ. നിന്റെ ഫൗണ്ടൻ പെന്നിൽ നീ എപ്പോഴും ആ ഒരു ഗുളികകളും ഒളിച്ചു വെക്കാറുണ്ടല്ലോ. ശരിക്കും ഡ്രഗ്സിനെ കുറിച്ചാണ് അനിയനും പറഞ്ഞത്. ഇവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാര്യം അനിയനും എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പാർക്കും ദേഷ്യപ്പെട്ടിട്ട് എത്ര നാളുകൊണ്ട് നീ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ആ കുട്ടിയുടെ കരച്ചില് കേൾക്കുന്നത് കൊണ്ടല്ല ഞാൻ എന്നും ആ ഗുളിക കഴിക്കുന്നത്. എന്റെ ഉള്ളിൽ നിന്നും എപ്പോഴും ആരെങ്കിലും കൊല്ലാനായി ഒരു പ്രേരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത് ഞാൻ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവിടെ ആ ഒരു പ്രയറിൽ അവന്റെ അച്ഛനും അനിയനെ കുറിച്ച് ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. മറ്റെല്ലാവരും അവനെ ഓർത്ത് കരയുന്നു, അവന്റെ അമ്മ ഉൾപ്പെടെ. അത് കാണുമ്പോൾ പാർക്കിന് ദേഷ്യമാണ് വരുന്നത്. അവനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവനും കാറിൽ വന്നിരുന്നിട്ട് ആ ഒരു മരിച്ച ഒരുത്തന് വേണ്ടി ഇപ്പോഴും ആൾക്കാര് എന്തിനാണ് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നത്. ആ സമയമാണ് ഇവനൊരു കോള് വരുന്നത്. അവന്റെ ഓഫീസിൽ നിന്നൊരു എംപ്ലോയിയും ഇന്നത്തെ ദിവസം ആ ഒരു സെമിനാർ സൈക്കോപാത്തിനെ കുറിച്ചായിരുന്നു. അത് ശരിക്കും ചെയർമാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തത്. അയാൾക്കൊരു സംശയമുണ്ട്, മകൻ ഒരു സൈക്കോപാത്ത് ആണോ എന്നുള്ള കാര്യം. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെമിനാറിന് ഇവനെ പങ്കെടുപ്പിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോ പാർക്കിനും വല്ലാതെ ഷോക്കാകുന്നു. ഇവനും ആ ഒരു ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്. അവനും വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് രണ്ട് പോലീസുകാരും ഈ ഒരു കാർ ഓവർ സ്പീഡിൽ പോകുന്നത് കാണുന്നത്. അത് കണ്ട ഒരു പോലീസുകാരനും ആ ഒരു കാറിനെ ഫോളോ ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ പാർക്കിനെയും അവർ ഫോളോ ചെയ്യുന്നു. അതിലൊരു പോലീസുകാരൻ ഇതിനു മുന്നേ ആ ഒരു ഫൈറ്റർ കീഴടങ്ങാനായിട്ട് വന്ന സമയം ആ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരനാണ്. അങ്ങനെ ഇവരും പാർക്കിനെ ഫോളോ ചെയ്യുന്നു. പക്ഷെ കാർ ഓടിച്ചു പോകുമ്പോ ഒരു സ്ഥലമെത്തി ആ ഒരു വഴിയും അവസാനിക്കുന്നു. പാർക്കും അവിടെ കാർ നിർത്തുന്നുണ്ട്. നേരത്തെ കണ്ട പോലീസുകാരന്റെ ജൂനിയറും പാർക്കിനോട് വന്ന് സംസാരിക്കുന്നു. നിങ്ങൾ ഒരുപാട് സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്, നിങ്ങളുടെ ID കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡിന് ചാർജ് കൊടുത്തിട്ട് പോകുന്നു. ആ സമയമാണ് ആ ഒരു ID കാർഡ് വെക്കാൻ നേരം അത് കറക്റ്റ് ആയിട്ട് അയാൾക്ക് പേഴ്സിൽ വെക്കാനായി സാധിക്കുന്നില്ല. എന്തോ പന്തികേട് തോന്നി പാർക്കിനെയും ആ ഒരു ജൂനിയർ പോലീസുകാരൻ കാറിൽ നിന്നും വെളിയിലിറക്കുന്നു. പാർക്കും ആ ഒരു ജൂനിയർ പോലീസുകാരന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവനും ID കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് പാർക്ക് ഫോൺ എടുത്ത് മറ്റാരെയോ വിളിക്കുന്നു. ആ സമയം മറ്റു പോലീസുകാരനും ഇറങ്ങി വന്നിട്ട് ഇളങ്ങ് വിട്ടയച്ചൂടായിരുന്നോ, അതൊക്കെ വലിയ ആൾക്കാരാണ്, ടേക്ക് ആൻഡ് ഗ്രൂപ്പിന്റെ CEO ആയ പാർക്കാണത്. പാർക്കും കമ്മീഷണറെ വിളിക്കുന്നു. ഞാൻ ഇച്ചിരി സ്പീഡായിട്ട് വണ്ടി ഓടിച്ചു, അതിന് എന്നെ ഒരു പോലീസുകാരനും പിടിച്ചു എന്ന് പറഞ്ഞ് ആ പോലീസുകാരന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ എന്നോട് സ്റ്റേഷനിലേക്ക് പോകാനായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ജൂനിയർ പോലീസുകാരന്റെ കയ്യിലും ഫോൺ കൊടുക്കുന്നുണ്ട്. കമ്മീഷണറും അയാളെ വഴക്കു പറയുന്നു. നിനക്ക് എന്തിന്റെ ജോലി നഷ്ടമാകണമെന്നുണ്ടോ, അയാളെ വിട്ടയക്കാനായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂനിയർ പോലീസുകാരനും അതനുസരിക്കുന്നു. പക്ഷെ പാർക്കാണെങ്കിൽ ആ പോലീസുകാരനെ അടിക്കുന്നുണ്ട്. മറ്റു പോലീസുകാരനും ഇടപെടാനായി വരുന്ന സമയം പാർക്കും അയാളോട് അവിടെ തന്നെ നിൽക്കാനായി പറയുന്നു. എന്നിട്ട് വീണ്ടും ആ ഒരു ജൂനിയർ പോലീസുകാരനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ പോലീസുകാരൻ ഒന്നും ചെയ്യാനാകാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അടിച്ചതിനു ശേഷം കുറെ പണം എടുത്ത് ആ ഒരു ജൂനിയർ പോലീസുകാരന്റെ അടുത്തും അവൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ പോലീസുകാരന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു, പോലീസുകാരായ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശേഷം പാർക്കും വീട്ടിലേക്കാണ് വരുന്നത്. അതേ വീട്ടിൽ തന്നെ ജയ്യും അയാളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് എന്റെ വീടാണല്ലോ, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ജയ്യും ഞാൻ നിങ്ങളെ കാണാനായിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അയാളുടെ കാറിന്റെ മുകളിൽ അവനും ഷൂസ് എടുത്ത് വെക്കുന്നുണ്ട്. അത് കാണുമ്പോ പാർക്കും അവനോട് കാലെടുത്ത് മാറ്റാനായി പറയുന്നുണ്ട്. പക്ഷെ ജയ് ആണെങ്കിൽ അതിനനുസരിക്കുന്നില്ല. പാർക്കിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിനക്കറിയാമോ ഇവിടെ സെക്യൂരിറ്റി ക്യാമറ ഒന്നുമില്ല. അതിന് ജയ്യും തനിക്കത് അറിയാമെന്ന് പറയുന്നുണ്ട്. പാർക്കും അവനെ അടിക്കുന്നു. എന്നിട്ട് അവനോട് അവിടെ നിന്ന് പോകാനായി പറയുന്നുണ്ട്. പക്ഷെ ജയ് ആണെങ്കിൽ അവനെ വിടുന്ന ലക്ഷണമല്ല. അവന്റെ നേർക്ക് അവന് തുപ്പുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് പാർക്കും ചോദിക്കുന്നുണ്ട്. പാർക്കും അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ജയും തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. പാർക്കാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണും എടുത്ത് ജയ്യെ ഷൂട്ട് ചെയ്യാനായി വരുന്നുണ്ട്. അവനും പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. പാർക്കും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ജയും വീണ് പോകുന്നു. നീ വെടികൊണ്ട് മരിക്കാനാണോ ഇത്രയും ദൂരം ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ച് ജയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവന് വെടി കൊണ്ടിട്ടില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുന്നത്. ജയും അവനെ തള്ളിയിട്ടിട്ട് പാർക്കിന്റെ കാർ എടുക്കുന്നു. എന്നിട്ട് അവനെ ഇടിക്കാനായി പോകുന്നുണ്ട്. പക്ഷെ അവൻ മാറിക്കളയുന്നു. ജയും അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ ഗണ്ണും എടുക്കുന്നുണ്ട്. പാർക്കും ഞാൻ നിന്നെ ഇപ്പോ ഷൂട്ട് ചെയ്തതാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ ജയും എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ ശരിക്കും ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പാർക്കിനെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് ആ പെയിന്ററിന്റെ സ്റ്റുഡിയോ
സ്റ്റുഡിയോയിലേക്കും വരുന്നുണ്ട്. ജെയിം ഇവിടെ വെച്ചിട്ട് 15 പേരെയാണ് ഞാൻ കൊന്നത്. നിനക്കറിയണ്ടേ എന്തിനാ ഞാൻ അവരെ കൊന്നതെന്ന്? എന്നിട്ട് അവന്റെ കൊല്ലുന്ന രീതികളും പാർക്കിന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുമ്പോ പാർക്കും നന്നായി പേടിച്ചു വിറയ്ക്കുന്നുണ്ട്. ജെയിം അവനെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന ശേഷം ചില അറേഞ്ച്മെന്റ്സ് നടത്താമെന്ന് വിചാരിക്കുമ്പോ അവനും ബോധം കെട്ട് വീഴുന്നു. ശരിക്കും ഇയാൾക്ക് ബ്രെയിൻ ട്യൂമർ ആണല്ലോ. ശേഷം അവൻ കണ്ണു തുറക്കുന്ന സമയം ആ ഒരു പെയിന്റർ ആൾക്കാരെ കൊലപ്പെടുത്തുന്ന ആ ഒരു ബെഡിൽ അവനുണ്ടായിരുന്നു. അവനെ ആരോ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അത് മറ്റാരോ അല്ല, പാർക്ക് തന്നെയായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് നീ വെറുതെ തമാശ പറയുകയായിരുന്നെന്നാണ്. എനിക്ക് നിന്റെ സ്ഥലം വല്ലാതെ ഇഷ്ടമായി. നീ ഇവിടെ വെച്ചല്ലേ 15 ആൾക്കാരെ കൊന്നു എന്ന് എന്നോട് പറഞ്ഞത്. നിന്റെ കൊലപാതകങ്ങളെ കുറിച്ച് നീ എന്നോട് പറഞ്ഞല്ലോ. ഞാൻ എന്റെ ഇതിനെ കുറിച്ച് പറയാം. എന്റെ ആദ്യത്തെ കൊലപാതകം അതൊരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പോഴാണ് ആ ഒരു സംഭവം കാണിക്കുന്നത്. പാർക്ക് പോകുന്ന സമയമാണ് ഒരാള് വഴിയിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ പാർക്ക് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാളും ആ ഒരു കാർ ഇടിക്കുന്നുണ്ട്. ശരിക്കും ആ കാർ ഇടിച്ച വ്യക്തി അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ ജയ് ഇന്റർവ്യൂവിന് പോകുന്ന സമയം ഒരാള് അവന്റെ കൺമുന്നിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വ്യക്തിയാണ്. അയാളെ കാർ ഇടിച്ച് തെറിപ്പിച്ചത് ശരിക്കും പാർക്കായിരുന്നു. അയാളും തന്നെ നോക്കി കെഞ്ചുന്നത് കണ്ടപ്പോ എന്നെ ദൈവത്തെ പോലെ അയാൾ കണക്കാക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ ദിവസം വരെ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ വീണ്ടും കൊന്നു. പക്ഷെ അന്നത്തെ ദിവസം അനുഭവിച്ചതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നീ പറഞ്ഞ കൊലപാതകങ്ങളെ കുറിച്ച് കേട്ടപ്പോ ഞാൻ ആദ്യം വിറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഐഡിയ എനിക്കെന്താ ആദ്യം തോന്നാത്തത്? എനിക്കും അത് അനുഭവിക്കണമല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. നിനക്കെന്നെ തോൽപ്പിക്കാനായി സാധിക്കില്ല. ഞാൻ എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പെയിന്റർ ഉപയോഗിക്കാറുണ്ടായിരുന്ന ആ ഒരു മെഷീനും അവൻ കയ്യിലെടുക്കുന്നുണ്ട്. അവനും അത് ജെയ്യുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നീ എന്തുകൊണ്ടാ നിന്റെ ജീവന് വേണ്ടി എന്നോട് അപേക്ഷിക്കാത്തത്? അത് കേൾക്കുമ്പോൾ ജെയും അവന്റെ മുഖത്ത് തുപ്പുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കിടന്ന് ചിരിക്കുന്നു. അവനും തന്നെ കൊല്ലാനായി പാർക്കിനോട് പറയുന്നുണ്ട്. അവനും ആ ഒരു മെഷീൻ കൊണ്ട് ആ പെയിന്റർ കൊലപ്പെടുത്തുന്നത് പോലെ അവന്റെ കാലം അവൻ മുറിക്കുന്നു. അങ്ങനെ പല ഭാഗങ്ങളായി അവൻ മുറിക്കുന്നുണ്ട്. അങ്ങനെ ആ ജീവനം നഷ്ടപ്പെട്ട ജയും വീണ്ടും നരക കവാടത്തിലേക്ക് എത്തുന്നു. ഇനി 4 ജീവനുകൾ മാത്രം ബാക്കി. ഇവിടെ വന്നിട്ടും അവനാ വേദന അനുഭവിക്കുന്നുണ്ട്. തന്റെ കൈയും കാലൊക്കെ സ്ഥാനത്തുണ്ടോ എന്നുള്ളത് അവനും നോക്കുന്നുണ്ട്. ഡെത്തും നീ അനുഭവിച്ചതില് ഏറ്റവും കൊടൂരമായിട്ടുള്ള മരണം ഇത് തന്നെയായിരിക്കും അല്ലെ? നീ എന്തായാലും ലക്കിയാണ്. പിന്നെ നീ എന്തായാലും അവനെ കൊല്ലാനായി ശ്രമിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി നരകത്തിൽ കൊണ്ടിട്ടേനെ. അത് കേൾക്കുമ്പോ ജെയ്യും ചിരിക്കുന്നു. നീ പർപ്പസ്ഫുള്ളി കൊല്ലപ്പെടുകയാണോ ചെയ്തത്? അപ്പോഴാണ് മറ്റൊരു സംഭവം കാണിക്കുന്നത്. ഇവിടെ പാർക്കും കൊലപാതകമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന്റെ കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു മുറിയിലായി കുറച്ച് മോണിറ്ററുകളും വെച്ചിട്ടുണ്ട്. അത് CCTV ഫുട്ടേജസ് ആണ്. ആ സ്റ്റുഡിയോയിൽ നടക്കുന്ന എന്ത് കാര്യവും ഇതിനകത്ത് റെക്കോർഡ് ആയിട്ടുണ്ട്. അതായത് ആ ഒരു പെയിന്റർ മരിച്ച ആ ഒരു മരണം CCTVയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.